നമസ്കാരം. ഒരു വാടക വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വാടക വീട്ടിൽ താമസിച്ചിട്ടുള്ള ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. വാടക വീട് എടുക്കാൻ ചെല്ലുമ്പോൾ വീട്ടുടമസ്ഥൻ എടുക്കാൻ ചെല്ലുന്നവരുടെ സാമ്പത്തിക സ്ഥിതിയും കുടുംബ പശ്ചാത്തലവും ഒക്കെ അന്വേഷിക്കും. ഇത് പലപ്പോഴും കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ആ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ്. കാരണം പലപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിൽ വാടകക്കാർ ഒഴിഞ്ഞു പോകാതിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കോടതിയിലെത്തുകയും വർഷങ്ങളോളം കേസ് നീണ്ടുപോകുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ കൊല്ലം കടയ്ക്കലിൽ നിന്ന് വരുന്നത്. ഇത് കേട്ടതിനു ശേഷം ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കൊല്ലം കടയ്ക്കലിൽ ചിതറയിൽ രണ്ട് ദമ്പതികൾ, അബ്ദുൽ വാഹിദ്, നൂറ ബീബി എന്ന് പറയുന്ന രണ്ട് ദമ്പതികൾ ഒരു വ്യക്തിയുടെ വീട്ടിൽ കഴിഞ്ഞ 8 കൊല്ലങ്ങളായി വാടകയ്ക്ക് താമസിക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ മരണപ്പെട്ടു പോയി. മരണപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ഇവർ താമസിക്കുന്ന ഈ വസ്തു തൻ്റെ 2 ആൺമക്കളുടെ പേരിൽ എഴുതി വെച്ചിരുന്നു. ഈ ആൺമക്കൾ പിതാവ് മരിച്ചതിന് ശേഷം പലതവണ ഈ ദമ്പതികളോട് വീട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കോടതിയെ സമീപിക്കുകയും ചെയ്തു. നമുക്കറിയാം, സിവിൽ കേസ് എത്ര വർഷത്തോളം നീണ്ടുപോകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്തായാലും ഈ യഥാർത്ഥ ഉടമകളായ ഈ 2 ചെറുപ്പക്കാർ ആ വസ്തുവിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് കോടതി ഉത്തരവിട്ടു. അത് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തയാണ് വീട്ടുടമ ഉത്തരവ് ഇത്തരത്തിൽ നിലനിൽപ്പുണ്ട് എന്നുള്ള ഒരു കാര്യം. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഈ 2 ചെറുപ്പക്കാരെ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഈ സ്ത്രീയും അവരുടെ ഭർത്താവും ചേർന്ന് അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ഈ ദമ്പതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. അതിനുശേഷം ഇവർ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീട് JCB കൊണ്ട് ഇടിച്ചു നിരത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവർ കാണുന്നത്. ആ വീടിനകത്ത് അവരുടെ വിലപ്പെട്ട രേഖകളും കട്ടിലും അലമാരയും തുണിയും പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇവർ വീട് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ആ വീട് ഇടിച്ചു നിരത്തുന്നതിന് മുമ്പായി ആ വീടിനകത്തുള്ള സാധനങ്ങൾ എടുത്ത് പുറത്തു വയ്ക്കാനുള്ള ഒരു മനുഷ്യത്വം ഈ ചെറുപ്പക്കാർ കാണിക്കണമായിരുന്നു. എന്തായാലും അതുണ്ടായില്ല എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയുന്നത്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കൂ, അവർക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്ത്, ആ സ്വത്തിൽ കഴിഞ്ഞ 8 വർഷങ്ങളായി ഇവർ കയറി താമസിക്കുകയാണ്, വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ വാടകയ്ക്ക് താമസിച്ചിട്ട് അവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല. ഇന്ന് ആ സ്ത്രീ നൂറ ബീബി എന്ന് പറയുന്ന ആ വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് 4 ലക്ഷം രൂപ ഞാൻ അവരോട് ചോദിച്ചു, തരാമെങ്കിൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. നോക്കൂ, എത്ര അസംബന്ധമാണ്. നമ്മുടെ വീട് ഒരാൾ വാടകയ്ക്ക് എടുക്കുന്നു, ആ വീട്ടിൽ അവർ താമസിക്കുന്നു, അവരെ വിശ്വസിച്ച് നമ്മൾ വാടക ചീട്ട് എഴുതി ഇവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇവർ വീട് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പകരം അവർ കോടതിയിലെത്തുന്നു. ഈ കേസ് എത്ര വർഷത്തോളം നീണ്ടുപോകും? ഈ വസ്തു പണയപ്പെടുത്തി ഒരുപക്ഷെ ആ വീട്ടുടമസ്ഥന് ബാങ്ക് വായ്പ എടുക്കേണ്ടതുണ്ടാകാം, അല്ലെങ്കിൽ അയാളുടെ മക്കൾക്ക് കൈമാറേണ്ടതുണ്ടാകാം, അല്ലെങ്കിൽ അയാൾക്കത് വിൽക്കേണ്ടതുണ്ടാകാം. അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ടാകാം. പക്ഷെ അവിടെയാണ് 4 ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ തങ്ങൾ ഒഴിഞ്ഞു പോകൂ എന്ന് ആ സ്ത്രീ മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി പറഞ്ഞത്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഒരു അത്ഭുതം തോന്നുന്നത് ഈ മാധ്യമങ്ങളൊക്കെ ഇവരുടെ പക്ഷത്താണ് എന്നുള്ളതാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ അവിടെ അതിക്രമിച്ച് താമസിച്ചു കൊണ്ടിരുന്നത്. അവരെയാണ് ഈ മാധ്യമങ്ങളൊക്കെ ന്യായീകരിക്കുന്നത്. മാതൃഭൂമിയൊക്കെ പറയുന്നത് ഈ പാവങ്ങൾ ഇനി എവിടെ അന്തി ഉറങ്ങും, ഈ പാവങ്ങൾ ഇനി എങ്ങോട്ട് പോകുമെന്നൊക്കെയാണ് വിലപിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഈ ചെറുപ്പക്കാർ ചെയ്തത് തെറ്റ് തന്നെയാണ്. കോടതിയിൽ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവർക്ക് ഈ വസ്തു വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാകാം. അവരുടെ പിതാവിൻ്റെ വസ്തുവാണ്. പക്ഷേ ഇവർ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? 4 ലക്ഷം രൂപ തന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകൂ എന്നവർ പറയുമ്പോൾ എന്ത് അസംബന്ധമാണിത്? ഇവിടെ എത്രയോ പേർ കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവർ ചെയ്യുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഇവർ എന്തായാലും ഈ വീട്ടിൽ വാടക കൊടുത്താണ് താമസിക്കുന്നതെങ്കിൽ ഇവർക്ക് മറ്റൊരു വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറാമായിരുന്നു. പക്ഷേ അവർ അതിന് തയ്യാറാകാതെ അവർ ഈ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് കോടതി ഉത്തരവ് വാങ്ങി അവിടെ താമസിക്കുകയാണ്. കോടതി ഉത്തരവ് വാങ്ങുമ്പോൾ തുച്ഛമായിട്ടുള്ള ഒരു വാടകയായിരിക്കും. അത് എന്തായാലും മണി ഓർഡർ വഴിയോ ബാങ്ക് വഴിയോ അവർക്ക് കൊടുക്കുന്നുണ്ടാകാം. അതവർ കൈപ്പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും 11 മാസത്തേക്കാണ് നമുക്കൊക്കെ വാടക ചീട്ട് എഴുതുന്നത്. 11 മാസങ്ങൾ കഴിയുമ്പോൾ ആ വാടക ചീട്ട് വീണ്ടും പുതുക്കി എഴുതേണ്ടതുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ഈ വാടക വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടവർ പാവങ്ങളാണ് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വിലപിക്കുന്നത്. പാവങ്ങളോ പണക്കാരോ എന്നുള്ളതല്ല വിഷയം, അവർ കാണിച്ച പ്രവൃത്തിയാണ് ഇവിടെ വിഷയം. ഈ സംഭവം പലർക്കും ഒരു പാഠമാകും. പലരും വീടുകൾ അടച്ചിട്ടിരിക്കുന്ന നിരവധി വീടുകളുണ്ട് വാടകയ്ക്ക് കൊടുക്കാതെ. കാരണം വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഇവർ ഇറങ്ങിപ്പോയില്ലെങ്കിൽ പിന്നീട് അത് വലിയ വ്യവഹാരത്തിലേക്ക് നീങ്ങുമെന്നും കോടതികളിലേക്ക് പോകുമെന്നൊക്കെ ഇവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ എന്തിനാണ് കിട്ടുന്ന പൈസ വേണ്ട എന്ന് കരുതിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കർശനമായി ഇത്തരത്തിൽ 11 മാസം കൂടുമ്പോൾ വാടക ചീട്ട് പുതുക്കി എഴുതുകയും അതിലൂടെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. എന്തായാലും ഇത്തരക്കാരുടെ പ്രവൃത്തികളെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഇവരുടെ പ്രവൃത്തി മാത്രമല്ല, ഈ മാധ്യമങ്ങളുടെയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് യഥാർത്ഥ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് വേണ്ടി ഇങ്ങനെ വിലപിക്കുമ്പോൾ അതെങ്കിലും ഒഴിവാക്കാമായിരുന്നു.
ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്ന് എന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ആ പാവങ്ങൾ ഇനി എവിടെ പോകും? ആ പാവങ്ങൾ എവിടെ പോകണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കണം. എന്ത് ധാർമ്മികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ കഴിഞ്ഞ 8 വർഷങ്ങളായി താമസിക്കുകയും അവരുടെ ആ വീട്ടിൽ ആ ഉടമ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാതിരിക്കുകയും ചെയ്തത്? അപ്പോൾ തെറ്റ് ചെയ്തതാരാണ്? ഈ വാടക വീട്ടിൻ്റെ ഉടമസ്ഥനാണോ അതോ ഈ വാടക വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തവരാണോ? ഇത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇത് ഒരുപാട് പേർക്ക് ദോഷം ചെയ്യും. കാരണം പലരും ഇത്തരത്തിൽ വാടക വീട് കിട്ടാതെ അലഞ്ഞു നടക്കുകയാണ് പലർക്കും. ഇതിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ വാടകക്കാർ ഇല്ലാതിരുന്ന സമയത്ത് ഈ വാടക വീട് ഇടിച്ചു നിരത്തിയപ്പോൾ ആ വീടിനകത്തുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ മറ്റാരുടെയെങ്കിലും നാട്ടുകാരുടെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെയോ ഒക്കെ സാന്നിധ്യത്തിലോ അല്ലാതെയോ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാനുള്ള ഒരു മനുഷ്യത്വവും മാന്യതയുമെങ്കിലും ആ ചെറുപ്പക്കാർ കാണിക്കണമായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, 4 ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് മാറിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? എന്തായാലും ഇതിൻ്റെ ശരിയേത് തെറ്റേത് എന്ന് ചിന്തിക്കേണ്ടത് സമൂഹമാണ്.